ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്, അതായത് ബോക്സ് സ്വിച്ച് ബോർഡ് കൊടുക്കുന്ന മെഷർമെൻറ്റ് അതിനാണ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് നോക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ്. അത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫിനിഷിംഗ് നമ്മൾ എടുക്കുന്ന ഏറ്റവും താഴെയുള്ള ബെൽറ്റ് വരുന്നുണ്ട്, അതിൽ നിന്നും 130 സെൻറ്റിമീറ്റർ വെച്ചാലും മതി. ഇനി അതെല്ലാം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഈ ബോക്സിൻ്റെ അടിവശമാണ് 130 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ മെയിൻ എൻട്രൻസ് നമ്മൾ വരുന്നത് 130 സെൻറ്റിമീറ്റർ വെച്ചു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കട്ടിലിൻ്റെ രണ്ട് സൈഡ് വരുന്ന ബോക്സുകൾ നമ്മൾ 2 എണ്ണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കട്ടിലിടും, ബാക്കി 2 സൈഡ് ടേബിളായിട്ട് ഇടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 70 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ അടിവശം വരുന്നത്. അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 70 സെൻറ്റിമീറ്റർ 2 സൈഡ് വരുന്ന രീതിയിൽ കൊടുത്തു. ഇനി അങ്ങേയറ്റത്ത് നിന്നാണെങ്കിൽ നമുക്കൊരു സൈഡ് ടേബിൾ 50 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് വേണം നമുക്ക് ആ സ്വിച്ച് ബോർഡ് കൊടുക്കാനായിട്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭിത്തിയിൽ നിന്നും ഏകദേശം 25 സെൻറ്റിമീറ്റർ, അതായത് 50 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 25 സെൻറ്റിമീറ്റർ സെൻറ്ററിലായിട്ട് താഴെ നിന്ന് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തത്. പിന്നെ നമ്മൾ എക്സ്ട്രാ പ്ലഗ്, അതായത് നമ്മൾ സ്റ്റഡി ഏരിയ, കമ്പ്യൂട്ടറിൻ്റെ ഏരിയ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 110 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 110 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു 4ൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചും പ്ലഗും ഒരു ചെറിയൊരു ലൈറ്റ് കൂടി കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 4ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിനിഷിംഗ് ലെവലിൽ നിന്നും നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് 110 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരുന്ന എൻട്രൻസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കണ്ടോ ആ സൈഡാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിൽ വരുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് വരുന്നുണ്ട്. അപ്പോൾ കബോർഡിനോട് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 110 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ അവിടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സിങ് ഏരിയയുടെ സൈഡിലായിട്ട് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നമ്മൾ ഫുഡ് ലാമ്പ് ഒരു 20 സെൻറ്റിമീറ്റർ കൊടുത്തു. ഈ എൻട്രൻസ്, അതായത് ബാത്റൂമിലേക്ക് ഇരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് എക്സോസ്റ്റും ഒരു ലൈറ്റും കൂടി കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് അത്യാവശ്യം വരുന്ന എല്ലാ സ്വിച്ച് ബോർഡുകളും ഒരു 130 സെൻറ്റിമീറ്ററാണ് വരുന്നത്. താഴെ നമ്മൾ ഫുഡ് ലാമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 20 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വേറെ ഒന്നുമില്ല, നമ്മുടെ ഫിനിഷിങ് കഴിഞ്ഞ് ടൈലിൻ്റെ വർക്ക് അതിൻ്റെ സ്കട്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ 20 സെൻറ്റിമീറ്റർ ആയി ജസ്റ്റ് സ്കട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് സാധാരണ. ഇനി അതല്ല കുറച്ചുകൂടി ഹൈറ്റിൽ വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡ് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന്, അതായത് സെയിം തന്നെ ഈ പറയുന്ന ബെൽറ്റ് വരുന്നുണ്ട്. ആ ബെൽറ്റിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ തന്നെയാണ് നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷർമെൻറ്റ് 130 സെൻറ്റിമീറ്റർ, എക്സ്ട്രാ പ്ലഗുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 110 സെൻറ്റിമീറ്റർ, ഫുഡ് ലാമ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20 സെൻറ്റിമീറ്റർ, പിന്നെ പറഞ്ഞ പോലെ ആൾറെഡി കട്ടിൽ ടെൻഷൻ 2 സൈഡിലാണെങ്കിൽ നമുക്ക് വരുന്നത് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ എ സിയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ലിൻറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൊടുക്കാം. ലിൻറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു 210 സെൻറ്റിമീറ്ററിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടോ ലിൻറ്റിൽ വന്നു ചിന്ന ഒരു കല്ല് കൂടി മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ ഒരു 210 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് എ സിയുടെ ഓപ്ഷൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.